വാഷ് സോൺ ലോണ്ടറിയിൽ നമുക്കൊരു കസ്റ്റമറെയോ അല്ലെങ്കിൽ ഓർഡറൊക്കെ എങ്ങനെ സെർച്ച് ചെയ്യാമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമറെ നോക്കാനാണെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റമർ ആദ്യം തന്നെ കസ്റ്റമർ മൊബൈൽ നമ്പർ അടിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കസ്റ്റമർ നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കുന്നു, ഇവിടെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമറുടെ ഓർഡറുകൾ മൊത്തത്തിൽ കാണാൻ പറ്റും. കണ്ടോ, ഈ കസ്റ്റമറുടെ പേര് ഇവിടെ ഉണ്ട്, മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, പുള്ളിയുടെ ഇത്രയും കാലം തന്ന എല്ലാ ഓർഡറുകളുടെ ലിസ്റ്റും ഇവിടെ ഉണ്ട്. ഓർഡറുകൾ ഉണ്ടെങ്കിൽ ആ ഓർഡറുകൾ ഇവിടെ കാണും. ഓക്കെ, ഇനി അതാണ് നിങ്ങൾ കസ്റ്റമറുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ ഈ ആദ്യം തന്നെ കസ്റ്റമറുടെ പേര് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ബ്ലൂ കളറിലാണല്ലോ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ മുകളിൽ കസ്റ്റമറുടെ പേര് വരും. ഇവിടെ ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റമറുടെ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പുള്ളിയുടെ കഴിഞ്ഞ കാലത്തെ ബിസിനസ്സുകളുണ്ട്, പുള്ളിയുടെ ഓർഡറുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇനി ഇതൊക്കെ ഓരോ ഓർഡറാണ്. ഇനി ഇവിടെ എന്തെങ്കിലും പേയ്മെൻറ്റ് പുള്ളി തന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കിടക്കും. ഓക്കെ, ബാലൻസ് പേയ്മെൻറ്റ് അതും ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മളെ മെയിൻ കാര്യം, നമ്മൾ പലപ്പോഴും ചിലപ്പോൾ അഡ്രസ്സൊക്കെ അല്ലെങ്കിൽ കസ്റ്റമർ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് കസ്റ്റമർ കൊടുത്തിട്ട് ഇതിന് എഡിറ്റ് ചെയ്യാം. ഇപ്പം ആളുടെ പേര് മാറ്റാം, ലൊക്കേഷൻ മാറ്റാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കസ്റ്റമർക്ക് നമുക്കൊരു യുണീക്ക് കോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാ ഈ യുണീക്ക് കോഡില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതാണ് നമ്മളെ ഈ കസ്റ്റമർക്കുള്ള എമിറേറ്റ്സ് ഐ ഡി നമ്പർ പോലെ, ആധാർ കാർഡ് നമ്പർ പോലെ നമുക്കുള്ള യുണീക്ക് നമ്പർ ഇതാ. ശരിക്കും ഈ 631 കസ്റ്റമറാണ് പുള്ളി. അപ്പോൾ 631 പുള്ളിയുടെ എന്നും ഉള്ള നമ്പർ. ഇവർ അഡ്രസ്സ് വേണമെങ്കിൽ മാറും, അപ്പോൾ നമ്മൾ പേരൊക്കെ മാറ്റും. പക്ഷേ ഈ 631 എന്നും 631 നിലനിൽക്കും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് നമുക്ക് കസ്റ്റമറെ നോക്കാനുള്ള അല്ലെങ്കിൽ ഓർഡേഴ്സ് നോക്കാനുള്ള. ഇനി വേറെ മെത്തേഡ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സെർച്ച് ആണ്. അഡ്വാൻസ് സെർച്ചിൻ്റെ എന്താ വെച്ചാൽ സംഭവം നമുക്ക് പല പല രീതിയിൽ നോക്കാൻ പറ്റും. നമുക്ക് പേര് വെച്ചിട്ട് നോക്കാം. ഇപ്പോഴും ഇവിടെ തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ നമ്മൾ പേര് വെച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ പേര് കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഉദാഹരണം ടെസ്റ്റിന് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഇവിടെ പേര് വന്നപ്പോൾ എനിക്ക് സെർച്ച് ചെയ്യാം. അതല്ല, എനിക്ക് ആളെ പേര് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തു. അപ്പം ആ ആളുടെ കംപ്ലീറ്റ് ഓർഡറും ഡീറ്റെയിൽസും എല്ലാം വന്നു. ഇത് അഡ്വാൻസ് സെർച്ച്. ഇനി അഡ്വാൻസ് സെർച്ച് ചെയ്തതിൽ വേറെ ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ദിവസത്തെ നോക്കണം. അപ്പോൾ ദിവസത്തിന് നോക്കുന്നത് വെച്ചാൽ ഇവിടെ എന്താ നമ്മൾ കൊടുക്കുക, ഏതാം ദിവസം എന്നുള്ളത്. ഈ ദിവസം കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇത്രയും ദിവസം നമുക്ക് സാധനം വേണ്ടേ. അങ്ങനെ വേണ്ടത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇതിൽ ഞാൻ ഒന്നുകൂടി മാറ്റാം കേട്ടോ. ഞാൻ 6-ാം തീയതി വെച്ചു. ഈ സമയത്തിനുള്ളിൽ കൊടുത്തെങ്കിൽ ഇവിടെ ഈ അഡ്വാൻസ് സെർച്ചിൽ ഈ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഇറക്കുള്ളത് വരും. അങ്ങനെ ഓരോരോ രീതിയിൽ നോക്കാനാണ് അഡ്വാൻസ് സെർച്ചിലെ ഓർഡറുകൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഡേറ്റിനനുസരിച്ചാണ് റിസൾട്ട് വന്നുള്ളത്. ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ ഇനി കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ ഇവിടെ കസ്റ്റമർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ നെയിം ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നോക്കാം. ഉദാഹരണം ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുകയാണേ, ഈ നമ്പർ കൊടുത്തു ഞാൻ തൽക്കാലത്തേക്ക്. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ കസ്റ്റമർ നമ്പർ ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ വരും. കണ്ടോ, ഈ കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ കേട്ടോ. നമ്മൾ ഓർഡറിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇൻവോയ്സിൽ വന്നാൽ എല്ലാ പേയ്മെൻറ്റും കാണാൻ പറ്റും. ഈ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുന്ന ഓൾ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് അങ്ങ് അടിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഇതുവരെ നടന്ന എല്ലാ ബിസിനസ്സും കാണാൻ പറ്റും. ഇതാണ് നമ്മളെ വാഷ് സോൺ ലോണ്ടറിയുടെ ഒരു കസ്റ്റമറുടെ സെർച്ച് ചെയ്യുന്ന ഓർഡർ സെർച്ച് ചെയ്യുന്ന രീതി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം.